ഇന്ന് നമ്മൾ ഇവിടുന്ന് ഈ റോട്ടിൽ നിന്ന് നമ്മളത് ആ കാർ തിരിക്കണ പോലെ ഇവിടുന്ന് അങ്ങ് തിരിച്ചു പോവാണ്. ഓക്കെ, ഇന്ന് അവന് ഒന്നാമത്തെ ദിവസമാണ് രണ്ടാമത്തെ ക്ലാസ്. ആഴ്ചയിലൊക്കെ 1-2 ദിവസം വരുന്നോണ്ട് നമ്മൾ എന്ത് ചെയ്യും, 2 ക്ലാസ്സോ 3 ക്ലാസ്സോ വെച്ചിട്ട് എന്ത് ചെയ്യും, മക്കൾക്ക് കൊടുക്കും. സ്ഥിരം വരുന്നവർക്കാണ് നമ്മൾ 1 ക്ലാസ് വെച്ചേ കൊടുക്കുള്ളൂ. ഇന്നിപ്പോ അവന് 1 ക്ലാസ് ഓൾറെഡി എടുത്താണ്, രണ്ടാമത്തെ ക്ലാസ് ഇന്ന് തന്നെ എടുക്കുവാണ്. അപ്പൊ നമുക്ക് വണ്ടി ഇവിടുന്ന് എന്ത് ചെയ്യണം, തിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം, തിരിക്കാം. തിരിക്കണേ എന്ത് ചെയ്യണം, ഇപ്പൊ തിരിക്കണ്ട, ആദ്യം വണ്ടി സ്റ്റാർട്ടായിക്കോ. വണ്ടി സ്റ്റാർട്ടായി. നമ്മുടെ വണ്ടി പവർ സ്റ്റാറിംഗ് അല്ല, നല്ല ടൈറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഗിയറിലോട്ട് ഇടാം. ക്ലച്ച് ചവിട്ടാതെ ഗിയറിലോട്ടുള്ള അറ്റം ഒന്ന് ന്യൂട്രാക്ക്. ഫസ്റ്റ് ഇട്ടെ. ഓക്കെ, ക്ലച്ച് ചവിട്ടാതെ ഗിയറിലോട്ട് എന്ത് ചെയ്യരുത്, വരു പോലും ചെയ്യരുത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്തു, ഇനി എന്താ ചെയ്യാണ്ടോ, ഒഴിവാക്ക്. റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്. ഓക്കെ, ഫുള്ള് സ്റ്റിയറിംഗ് ലോക്ക് ആയിക്കും. ഇനി നമുക്ക് ഇവിടെ ബ്രേക്ക് വേണോ, ഓക്കെ എടുത്തോ. ക്ലച്ച് മെല്ലെ എടുക്കും. ബ്രേക്ക് വേണ്ട, ബ്രേക്കിന് കാര്യം മാറ്റിക്കോ. ക്ലച്ച് മെല്ലെ എടുക്ക്. എടുത്ത വൈബ്രേഷനിലോട്ട് വന്ന് നിക്ക്. വൈബ്രേഷനിൽ വന്ന് നിൽക്കട്ടോ. ബ്രേക്ക് വേണ്ട, ബ്രേക്കിന് കാല് മാറ്റിക്കോ. വൈബ്രേഷൻ അവിടെ നിന്നാ മതി, അങ്ങനെ നിന്നാ മതി. ഓക്കെ, ഇനി നമുക്ക് ബ്രേക്ക് വേണ്ട. ഇനി മുന്നോട്ട് നോക്കി നമ്മുടെ വണ്ടി നേരെ. സ്റ്റിയറിംഗ് ഒന്ന് കാണിക്കേ. ഒരു റൗണ്ട് സ്റ്റിയറിംഗ് നേരെയാക്ക്. ഒരു റൗണ്ട് സ്റ്റിയറിംഗ് നേരെയാക്ക് മോനെ. ഒന്നും കൂടെ നേരെയാക്ക്. നേരെ ആവട്ടെ. യെസ്, മതി. ഇതാണ് നേരെ. ഇത് കറക്റ്റ് മാരുതി നേരെ വരും. അതിനാ നിന്നോട് പറഞ്ഞു തന്നിട്ടില്ല അല്ലെ. ഓക്കെ, ഒന്ന് മെല്ലെ വണ്ടി ഒന്നും കൂടി സൈഡാക്കാം. സ്റ്റിയറിംഗിനെയും കൂടെ ഒന്ന് പറഞ്ഞുതരാം. വീഡിയോ കണ്ടിന്യൂ കേട്ടോ. കറക്റ്റ് നേരെയാക്കി നിർത്തി. ഇനി മുന്നോട്ട് പോകുമ്പോൾ തിരിക്കാതെ കറക്റ്റ് നേരെ പോകും. ഇനി നമുക്ക് നിൽക്കണമെങ്കിൽ എന്താ ചെയ്യണ്ടേ, നീ വണ്ടി നിർത്തണമെങ്കിൽ എന്താ ചെയ്യണ്ടേ, എന്റെ മോനെ നീ നിർത്തണമെങ്കിൽ എന്താ ചെയ്യണ്ടേ, ചവിട്ട്. ക്ലച്ച് ചവിട്ടിക്കേ, എന്നിട്ട് ബ്രേക്ക് മെല്ലെ ചവിട്ടി പോയി. ഓക്കെ, ഇപ്പൊ നമ്മുടെ വണ്ടി സ്റ്റിയറിംഗ് കറക്റ്റ് നേരെയുള്ളത് ഇതാണ് നമ്മുടെ സ്റ്റിയറിംഗ് കറക്റ്റ് നേരെ. ഇങ്ങോട്ട് പാകിസ്ഥാനും അങ്ങോട്ട് എന്താണ് ഇന്ത്യയും, ആ ഒരു റേഞ്ചിലുള്ള അതിർത്തിയാണ് ഇത് കറക്റ്റ് നേരെ നിൽക്കണം. ഓക്കെ, നീ സ്റ്റിയറിംഗ് ഒന്ന് ഫുള്ള് ലെഫ്റ്റിലോട്ട് തിരിച്ചു. ഫുൾ ലെഫ്റ്റിലോട്ട് തിരിച്ചു. ഫുള്ള് തിരിക്കും. ഓക്കെ, ഇനി തിരിയാനില്ല. ഇപ്പൊ നമ്മുടെ വണ്ടി നേരെയുള്ള ടയർ എങ്ങോട്ടതാ, ഇങ്ങനെയുള്ള വണ്ടി നേരെ, ടയർ ഇങ്ങനെ. ഇനി കറക്റ്റ് ആ മാരുതി കറക്റ്റ് നേരെ വരുമ്പോ ഒന്നും തന്നെ ആ മാരുതി സ്റ്റിയറിംഗിലുള്ള അത് നേരെ വരുമ്പോ 1. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ അതേപോലെ ആക്ക്. 2. ഇപ്പൊ നമ്മുടെ വണ്ടിയുടെ ടയർ എന്തായി, കറക്റ്റ് നേരെയായി. ഈ തിരിച്ച് അതേ അളവിൽ എന്ത് ചെയ്യും, അങ്ങോട്ടും തിരിയും. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഈ മാരുതി നോക്കി വേണം നേരെയാക്കാൻ. എന്നിട്ട് കറക്റ്റ് നേരെ പിടിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇവിടുന്ന് കണ്ടിന്യൂ. ഫസ്റ്റ് ഇട്ടു, ബ്രേക്കിന്ന് കാലെടുത്തു. ബ്രേക്കോട്ട് പോകണ്ടോ നോക്കിയേ, ഉണ്ട്. അപ്പൊ ബ്രേക്ക് അവിടെ ചവിട്ടി പിടിച്ചു. എന്നിട്ട് ക്ലച്ച് മെല്ലെ പൊക്കിയ വൈബ്രേഷനിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യാം. എടുത്ത് ഓടരുത്, ഓടിയ ഓഫ് ആവും. കണ്ടോ, ഓടാൻ പറ്റൂല, നോ പ്രോബ്ലം. വീഡിയോ കണ്ടിന്യൂ. ഓക്കെ, സ്റ്റാർട്ട് ആയിക്കോ. അന്ന് രണ്ടാമത്തെ ക്ലാസ് ആട്ടോ. ഫസ്റ്റ് ലീഡ്. ബ്രേക്കിന് കാലെടുത്ത വണ്ടി പിറകോട്ട് പോകും. ക്ലച്ച് മെല്ലെ പൊക്കി നമുക്ക് ആ വൈബ്രേഷൻ, ഹാഫ് ക്ലച്ചിന്റെ ആ ഒരു ഇത് കിട്ടും. അപ്പൊ അവിടെ വെയിറ്റ് ചെയ്യാം. അവിടെ നിൽക്കട്ടെ, അവിടെ നിൽക്കണം. അപ്പൊ നമ്മൾ ബ്രേക്കിൽ നിന്ന് എടുത്ത് വയ്ക്കുക. ക്ലച്ചിന്നല്ല, ബ്രേക്കിൽ നിന്ന് എടുത്ത് വയ്ക്കുക. എന്നിട്ട് വണ്ടി എങ്ങോട്ടാ പോണേ, പിറകോട്ടാ പോണേ. അപ്പൊ ഒരു നൂലും കൂടെ ക്ലച്ച് പോട്ടെ. യെസ്, റെഡി. ഇനി ബ്രേക്കിൽ നിന്ന് എടുത്ത് വയ്ക്കുക. ക്ലച്ച് അവിടെ നിന്നോട്ടെ. ചവിട്ടും വേണ്ട, പൊക്കും വേണ്ട, ആ റേഞ്ചിൽ അവിടെ നിൽക്കട്ടെ. അങ്ങനെ നിൽക്കട്ടെ. ഇപ്പൊ വണ്ടി പോണില്ല കണ്ട, ഒരു പൊടിക്കും കൂടെ നമ്മൾ മെല്ലെ പൊക്കി. അങ്ങോട്ട് നോക്കണ്ട, ഒരു പൊടിക്കും കൂടെ മെല്ലെ പൊക്കി. ക്ലച്ച് തിരിച്ച് മതി, ഒരു പൊടിക്കും കൂടെ അങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ആ വണ്ടീനെ എന്ത് ചെയ്യുക, ലയിപ്പിക്കുവാണ്. ക്ലച്ചിനെ നമ്മൾ എന്ത് ചെയ്യും, ലയിപ്പിച്ചു. ഓക്കെ, അങ്ങനെ നമ്മൾ ഒരു അകലം, വണ്ടീന്റെ ഒരു അകലം, ഇത്രയും വലിപ്പമുള്ള വണ്ടിയാണ്, നമുക്ക് ഇത്രയും മതി. ഇനി ആ ക്ലച്ചിൽ നിന്ന് ഒറ്റടിക്കിലെടുത്ത് എടുത്തു നോക്കിയാൽ കാണാൻ വേണ്ടിയിട്ടാണ്, വീഡിയോയിൽ കാണട്ടെ. ഓക്കെ, എടുത്തു. വണ്ടി ചാടിയോ, ഇല്ല. ഇനി മെല്ലെ ആക്സിഡന്റ് പോവാം. അപ്പൊ ഇച്ചിരിയും കൂടെ വലിയ കയറ്റമാണെങ്കിൽ ആ വൈബ്രേഷനിൽ നമ്മൾ എന്തും കൂടെ കൊടുത്താലേ എടുക്കാൻ പറ്റുള്ളൂ. ആക്സിലേറ്ററും കൂടെ കൊടുത്തെടുക്കണം. ഇത് വലിയൊരു കയറ്റം അല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ എടുക്കാൻ പറ്റിയത്. ഇനി മുന്നോട്ട് പോകുക. വാഴ ഒടിഞ്ഞു കിടക്കണ ഇലേന്റെ അങ്ങോട്ട് അത്രയും ദൂരം ലെഫ്റ്റ് സൈഡ് മുന്നോട്ട് നോക്കി നമ്മുടെ വണ്ടി മെല്ലെ സ്പീഡാക്കും. സമാധാനത്തിന് മതി, തിരക്കൊന്നുമില്ല. സ്പീഡാവട്ടെ. 10ന്റെ എബോവിലോട്ട് കൊണ്ടുപോകും. 10ന്റെ കൊണ്ടുപോവോ, ചവിട്ടി സ്പീഡാക്ക്. ഓക്കെ, ആക്സിഡന്റ് കാലത്ത് ക്ലച്ച് ഫുള്ള് ചവിട്ടി. സെക്കൻഡ് കാലെടുക്കും. ഓക്കെ, പൊക്കോട്ടെ. അപ്പൊ മനസ്സിൽ നമ്മൾ ഇടുമ്പോ എന്ത് ചെയ്യണം, ഫസ്റ്റ് നമ്മൾ ഇടുമ്പം ന്യൂട്രൽ, സെക്കൻഡ് സ്റ്റെപ്പ് ആക്കി ഇടണം. വലിച്ചിടാതെ ട്ടോ. ഓക്കെ, പൊക്കോട്ടെ. ഇനി മുന്നേ എന്താ പ്രശ്നമുണ്ടോ, ഇല്ല. വണ്ടി സ്പീഡായിക്കോ. വരേന്റെ പുറത്ത് പോരുത്. കാറ് വരുന്ന മൈൻഡ് ചെയ്യണ്ട. സ്പീഡായിക്കോ. ആക്സിഡന്റ് കാലെടുത്ത് ക്ലച്ച് ഫുള്ള് ചവിട്ടിന്ന് ഉറപ്പിക്കേ.
ഓക്കെ ന്യൂട്രൽ തേർഡ് കാലെടുക്ക് പോട്ടെ. അപ്പൊ ക്ലച്ച് ചവിട്ടുമ്പോ ഇച്ചിരിയും കൂടെ എന്ത് ചെയ്യണം, വേഗം ചവിട്ടാനുണ്ട് കേട്ടോ. അങ്ങനെ പോവാണ്. അപ്പൊ നമ്മളിത് 2 ക്ലാസ്സേ ആയിട്ടുള്ളൂ. ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളും പുറകെ വരും. എന്നാലും നമുക്ക് ഈ 2 ക്ലാസ് വരെ ഓടിച്ചു കഴിഞ്ഞപ്പോ നിനക്ക് ഇപ്പൊ എന്ത് തോന്നുന്നുണ്ട്? വന്നു സെറ്റ് ആവണില്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ബാക്കിയുള്ളതൊക്കെ പുറകെ വരും, സെറ്റ് ആവും. പിന്നെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോണേ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം. അതേപോലെ ഒരു യൂട്യൂബ് ചാനലും കൂടെ തുടങ്ങിയിട്ടുണ്ട്. അതും കൂടെ ഒന്ന് കയറി എന്ത് ചെയ്യണം, ഒന്ന് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ എന്ത് ചെയ്യണം, കമന്റ് ആയിട്ട് അറിയിക്കുക. ഇതിപ്പോ ഇന്ന് ഞങ്ങളുള്ളത് കോടഞ്ചേരി തുഷാരഗിരി റോഡിലാണ് ഉള്ളത് കേട്ടോ. നമുക്ക് ഇവിടുന്ന് ഒരു 14 കിലോമീറ്റർ നമ്മൾ എന്ത് ചെയ്യും, ചുരത്തിലെത്തും. നമ്മുടെ താമരശ്ശേരി അടിവാരം ലക്കിടീന്റെ ഒക്കെ ആ ഒരു ചുരത്തിലോട്ട് കയറാൻ ഞങ്ങൾക്ക് ഇതിന്റെ ഷോട്ടുണ്ട്. അപ്പൊ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, പുറകെ വരും.